കർണാടകയിലെ അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കാൻ പോവുകയാണ്. GPS പോയിന്റ് കേന്ദ്രീകരിച്ച് റഡാറിന്റെ സഹായത്തോടെ തെരച്ചിൽ നടത്താനാണ് നിലവിലെ തീരുമാനം. ബംഗളൂരുവിൽ നിന്ന് റഡാർ എത്തിക്കും. NDRFന്റെ ആന്ധ്രയിൽ നിന്നുള്ള സംഘം കൂടി ഇന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ രക്ഷാദൗത്യത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. അർജുന്റെ മടങ്ങിവരവും കാത്തിരിക്കുകയാണ് കേരളം. കർണാടകയിലെ അങ്കോലയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ അരുൺ പൂപ്പറമ്പ, അരുൺ പാറയ്ക്കൽ, ഒപ്പം തന്നെ കോഴിക്കോട്ട് നിന്ന് സമീർ സി മുഹമ്മദ് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കും. രക്ഷാദൗത്യം അതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. വലിയ രീതിയിലൊന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കൂടുതൽ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ദൗത്യസംഘം ആലോചിക്കുന്നത്. അപ്പോഴും പ്രതിസന്ധിയായി നിൽക്കുന്നത് പ്രതികൂലമായ കാലാവസ്ഥയാണ്. ഇന്നലെ രാത്രിയിലും നമ്മൾ കണ്ടതാണ്. അതിശക്തമായ മഴ ആ മേഖലയിൽ പെയ്യുന്ന സാഹചര്യമുണ്ട്. വലിയൊരു മൺകൂന തന്നെ, വലിയൊരു മല തന്നെ ഇടിഞ്ഞ് താഴേക്ക് വീണ സാഹചര്യമുണ്ട്. അവിടെ മണ്ണ് നീക്കുക എന്നുള്ളത് ദുഷ്കരമായ രക്ഷാദൗത്യമാണ്. അതിൽ ഇന്ന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ശ്രദ്ധേയം. വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അർജുൻ്റെ മടങ്ങിവരവും കാത്തിരിക്കുകയാണ് കേരളം ഒന്നാകെ, അർജുൻ്റെ ബന്ധുക്കളൊന്നാകെ. എന്താണ് രക്ഷാദൗത്യത്തിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ, തീരുമാനങ്ങൾ ഏത് തരത്തിലാണ് എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. രാവിലെ 6 മണിയോടുകൂടി തിരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് കൂടുതൽ സംവിധാനങ്ങളെ, കൂടുതൽ ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തെരച്ചിൽ പുനരാരംഭിക്കാൻ പോകുന്നു. ഇന്നലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിശക്തമായ മഴ ആ മേഖലയിൽ രാത്രി ഇന്നലെ തത്സമയ വിവരങ്ങൾ അരുൺ പൂപ്പറമ്പ പങ്കുവെക്കുമ്പോഴും അവിടെ കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. രാവിലത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? ഇന്നത്തെ രക്ഷാദൗത്യം അതേത് തരത്തിലായിരിക്കും? റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി വൈകിയും ആ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ് ആദ്യം ഇവർ തീരുമാനിച്ചിരുന്നത്. ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ അത്തരമൊരു തീരുമാനമാണ് അറിയിച്ചിരുന്നത്. എന്നാൽ രാത്രി 8 മണിയോടെ തന്നെ ശക്തമായ മഴ ഈ പ്രദേശത്ത്, ഈ അങ്കോളം മേഖലയിൽ ശക്തമായ മഴ പെയ്തു. അതോടൊപ്പം ഈ നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന മൺകൂനയുടെ മുകളിൽ, ഈ കുന്നിന് മുകളിൽ നിന്ന് ചെറിയ തോതിലെങ്കിലും മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുന്ന സാഹചര്യവും ഉണ്ടായി. അത് പോലീസും വ്യക്തമാക്കിയതാണ്. അതുകൊണ്ടാണ് 9 മണിയോടെ ഇന്നലെ തെരച്ചിൽ അവസാനിപ്പിച്ചത്. ഇല്ലെങ്കിൽ രാത്രി ഉടനീളം തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം, വലിയ ലൈറ്റുകളും മറ്റ് സംവിധാനങ്ങളെല്ലാം ഇവിടെ എത്തിച്ചിരുന്നു. ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ തന്നെയാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത്. അത് ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി കൂടി നമുക്ക് ഇവിടെ എത്തിയാൽ മനസ്സിലാകും. അതായത് ഇവിടെ ഒരു വലിയ കുന്നുകളാണ്, റോഡിന് തൊട്ടരികിൽ കുന്നുകളാണ്. സ്വാഭാവികമായും ആ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലം അല്പം കൂടി കുറച്ചുകൂടി സെൻസിറ്റീവായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഈ കുന്നിൽ നിന്ന് കൂടുതൽ മണ്ണെടുത്ത് കഴിഞ്ഞാൽ, ഇരുവശങ്ങളിൽ നിന്ന് മണ്ണെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടാവും. കനത്ത മഴ പെയ്താൽ വീണ്ടും വെള്ളം ഒലിച്ചിറങ്ങുന്ന സാധ്യത ഉൾപ്പെടെ ഉണ്ടാകും. അതുകൊണ്ടാണ് ആ ജാഗ്രതയോടെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി രക്ഷാപ്രവർത്തകർ തീരുമാനിക്കുകയും ഇന്നലെ രാത്രി 9 മണിയോടെ തെരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തത്. ഇന്നിപ്പോൾ 6 മണിയോടെ ഈ തെരച്ചിൽ പുനരാരംഭിക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിലിപ്പോൾ രക്ഷാപ്രവർത്തകർ ഇവിടെ എത്തിയിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ട് സമീപമാണ്. നിലവിൽ അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. അല്പസമയത്തിനകം റോഡ് തുറന്നു നൽകും എന്നതാണ് നമ്മൾ ഈ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. രക്ഷാപ്രവർത്തകർ അല്പസമയത്തിനകം തന്നെ അങ്ങോട്ട് എത്തിച്ചേരും. NDRF, നാവികസേന, പോലീസിന്റെ പ്രത്യേക സംഘം, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരിക്കും ഈ തെരച്ചിൽ നടത്തുക. ഇന്നത്തെ തെരച്ചിൽ അല്പം കൂടി വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ ഇതിന് വേണ്ടി ഒരുക്കും എന്നതാണ് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ഇന്നലെ അറിയിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഈ കൃത്യമായി GPS പോയിന്റിലേക്ക് എത്തി ആ ഇടത്ത് കൃത്യമായൊരു മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിലേക്ക് പോകാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചില്ല. അത് ഈ മണ്ണ് നീക്കം ചെയ്യുമ്പോഴുള്ള ഈ മറ്റ് പ്രതികൂലമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനെ തടസ്സമായി നിന്നിരുന്നു. എന്നാൽ ഇന്ന് വ്യാപകമായി മണ്ണ് നീക്കുക എന്നതിനപ്പുറത്തേക്ക് കൃത്യമായി ആ പോയിന്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു പോയിന്റ് ഈ ലോറി ഉണ്ട് എന്ന് കരുതുന്ന GPS പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അവിടെ തന്നെ കൃത്യമായി തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഇന്ന് ഒരുക്കുന്നത്. അതിനുവേണ്ടി ബംഗളൂരുവിൽ നിന്ന് റഡാർ സംവിധാനം ഇവിടെ എത്തിക്കും എന്നതാണ് നമുക്ക് ഒടുവിലായി ഇന്നലെ രാത്രി ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിച്ച വിവരം. ഈ റഡാർ സംവിധാനം എത്തിച്ചു കഴിഞ്ഞാൽ അല്പം കൂടി ഇതിൽ ആഴത്തിൽ ഇതിൻ്റെ സാന്നിധ്യം, ഇത്തരത്തിൽ ലോറിയുടെ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ സാന്നിധ്യം അറിയാൻ വേണ്ടി സാധിക്കും.
അങ്ങനെ ഈ GPS കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലായിരിക്കും ഇന്ന് നടക്കുക. ആ രീതിയിലായിരിക്കും ഇന്നതിൻ്റെ രക്ഷാപ്രവർത്തനം ക്രമീകരിക്കുക എന്നതാണ് നമുക്ക് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനുവേണ്ടി റഡാർ സംവിധാനം ഒരുക്കും. കൂടുതൽ സാങ്കേതിക വിദഗ്ധരെ ഇന്നലെ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ പേരെ അതിനുവേണ്ടി എത്തിക്കും എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഈ മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ എത്തിച്ചു ഈ തെരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ ഇതിൻ്റെ സാന്നിധ്യം കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ കൃത്യമായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദേശീയപാതയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായതെങ്കിൽ പോലും നിലവിൽ ഈ GPS പോയിന്റ് ലഭിച്ചത് കുറച്ചുകൂടി മാറിയിട്ടാണ്. അത് ഈ കുന്നിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇടത്താണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ അതായത് ഈ കുന്നിനോട് ചേർന്നതായതുകൊണ്ട് തന്നെ താഴെ നിന്ന് മണ്ണെടുക്കുന്ന ഘട്ടത്തിൽ പോലും മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞു വീഴുകയും വെള്ളം ഒലിച്ചിറങ്ങുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി ഈ നടുവിലോട്ടുള്ള ഈ GPS പോയിന്റിലേക്ക് എത്തി അവിടെ എത്തി ആ മണ്ണ് കുഴിച്ചെടുത്ത് മാറ്റാൻ ഇന്നലെ പ്രായോഗികമായി അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ റഡാർ സംവിധാനത്തിൻ്റെ സാങ്കേതികത്വം ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഇതിൻ്റെ അടിത്തട്ടിലുള്ള ഈ പോയിന്റ് ലഭിക്കാൻ സാധിക്കും എന്നതാണ്. അതിൻ്റെ സാന്നിധ്യം ഈ റഡാർ സംവിധാനത്തിലൂടെ ലഭിക്കും എന്നതാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. അവിടെ അങ്ങനെയാണെങ്കിൽ അത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മണ്ണ് മാറ്റുകയും അതിൽ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും എന്നതാണ് ഈ രക്ഷാപ്രവർത്തകർ പറയുന്നത്. എന്തായാലും നേവിയുടെയും NDRFൻ്റെയും ഒക്കെ വിദഗ്ധ സംഘം ഇവിടെ തുടരുന്നുണ്ട്. അവർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവർ അല്പസമയത്തിനകം ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. വെളിച്ചം ലഭിച്ചു തുടങ്ങിയാൽ ഉടൻ തന്നെ തെരച്ചിൽ ആരംഭിക്കും എന്നതാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രതീക്ഷയോടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇന്ന് അർജുനെ കണ്ടെത്താൻ സാധിക്കും, ഈ ലോറി കണ്ടെത്താൻ സാധിക്കും എന്ന സാധ്യത തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോഴും ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഒരു പ്രശ്നം തന്നെയാണ്. നിലവിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴയുണ്ടായിരുന്നു. നമ്മളിവിടെ എത്തിയ ഘട്ടത്തിലും മണിക്കൂറുകളോളം തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെയും മഴ പൂർണ്ണമായി ശമിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ ശക്തമായ മഴ രാവിലെ ഇല്ല. എന്നാൽ മഴ പൂർണ്ണമായി മാറി നിൽക്കുന്നു എന്ന് കാലാവസ്ഥ അനുകൂലമാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ എന്തായാലും പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഈ കാലാവസ്ഥയെ ഉൾപ്പെടെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഉൾപ്പെടെ മറികടന്ന് ഇന്ന് കൂടുതൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നത് തന്നെയാണ് ഇവർ പങ്കുവെക്കുന്ന പ്രതീക്ഷ. ശരി, അങ്കോലയിലെ രക്ഷാദൗത്യത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു അരുൺ പൂപ്പറമ്പ. രാവിലെ 6 മണിയോടുകൂടി തന്നെ തെരച്ചിൽ പുനരാരംഭിക്കാനാണ് നിലവിലെ തീരുമാനം. വെളിച്ചം വന്നാലുടൻ രക്ഷാദൗത്യം വീണ്ടും പുനരാരംഭിക്കുക, കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് രക്ഷാദൗത്യവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിലവിലുള്ള തീരുമാനം. ആന്ധ്രയിൽ നിന്നുള്ള NDRF സംഘം, അതുപോലെ തന്നെ നാവികസേന, പോലീസിന്റെ പ്രത്യേക സംഘം, ഫയർഫോഴ്സ് സംഘം ഇവരൊക്കെ ഇന്നത്തെ തെരച്ചിലിന്റെ ഭാഗമാകുന്നുണ്ട്. നേരത്തെ അരുൺ പൂപ്പറമ്പ സൂചിപ്പിച്ചതുപോലെ റഡാർ സംവിധാനത്തിന്റെ സാങ്കേതിക വിദ്യ അടക്കം കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലിൽ അർജുനെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയാണ് ദൗത്യ സംഘം. അപ്പോഴും ഏറ്റവും പ്രതിസന്ധിയായി നിൽക്കുന്നത് വലിയ മണ്ണുമലയാണ്. അത് നീക്കി ആ ലോറിക്കരികിലേക്ക് എത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. ദുഷ്കരമായ ദൗത്യമാണ്. അതിൽ എത്രത്തോളം സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളത് ഇന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. ഒപ്പം തന്നെ മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ അതിശക്തമായ മഴ ആ മേഖലയിൽ പെയ്തിട്ടുണ്ട്. രാവിലെ അല്പം മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായി മഴ മാറി നിൽക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം അത് രക്ഷാദൗത്യത്തിന് എത്രത്തോളം വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നുള്ളതും വരും മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു തന്നെ അറിയണം. അരുൺ പാറയ്ക്കൽ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇതാ ഇന്ന് വീണ്ടും ദൗത്യം പുനരാരംഭിക്കാൻ പോകുന്നു. വലിയ പ്രതീക്ഷയോടുകൂടി ദൗത്യസംഘം മുന്നോട്ട് പോകാൻ പോകുന്നു. ഇന്ന് കൂടുതൽ സംവിധാനങ്ങളുടെ സഹായമുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു മണ്ണ് മല നീക്കാൻ ഈ സംവിധാനങ്ങൾ മതിയോ എന്നൊക്കെയുള്ള ചോദ്യം മറ്റൊരു ഭാഗത്തുണ്ട്. എങ്കിലും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അല്പം കൂടി വേഗത്തിൽ രക്ഷാദൗത്യം നടക്കുന്നുണ്ട്. ഇന്നത്തെ ക്രമീകരണങ്ങൾ എങ്ങനെയായിരിക്കും അരുൺ പാറയ്ക്കൽ? അരുൺ പാറയ്ക്കലിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. റഡാർ ഉൾപ്പെടെയുള്ള കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ എത്തിച്ചുള്ള ഇന്നത്തെ തെരച്ചിലിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് ലോറി ഉടമ മനാഫ് 24-നോട് പറഞ്ഞത്. മനാഫിന്റെ വാക്കുകൾ കേൾക്കാം ഇനി. ഇവിടെ ജസ്റ്റ് എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിങ്ങനെ മാന്തി നോക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നത്, മണ്ണ് ചെറുങ്ങനെ എടുത്തിട്ട്. അല്ലാതെ ഇതുള്ള ഏകദേശം ഒരു സ്പോട്ട് കണ്ടിട്ട് അവിടേക്ക് ഓക്സിജൻ കൊടുക്കുക ഇന്നിപ്പം
ഒരു സാറ് ചാനലിൽ പറഞ്ഞ കേട്ട്. അങ്ങനെയാണ് ശരിക്കും, അതാണ് അതിൻ്റെ കറക്റ്റ് എന്നാണ് നമ്മളെ അഭിപ്രായം. ആൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഓക്സിജൻ്റെ ബുദ്ധിമുട്ടൊന്നും വരാതെക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ശരിക്കും അത് ചെയ്തു വെക്കേണ്ടീനെന്നാണ് നമ്മളെ അഭിപ്രായം. ഇപ്പം ഇനിയിപ്പം ഒന്നും ചെയ്യാനില്ല. എന്തായാലും ഇന്ന് കണ്ടെത്തും എന്നുള്ളതാണ് നമുക്ക് ഉറപ്പുള്ള കാര്യം. അതും നമ്മൾ കാണിച്ചു കൊടുത്ത ആ സ്പോട്ട് തന്നെ ആവും വണ്ടി ഉണ്ടാവുക. ഇപ്പം നല്ല സഹകരണമാണ്. മുന്നേ FIR പോലും ഇടാൻ 3 ദിവസമായിട്ട് നടന്നിട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പം FIR ഒക്കെ ഇട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം ഉദ്യോഗസ്ഥർ ഇപ്പം ഓക്കെ. അർജുൻ മാത്രമല്ല അതിൻ്റെ ഉള്ളിലുള്ളത്. അതിൻ്റെ ഉള്ളിൽ അവിടുത്തെ നാട്ടുകാരുടെ കണക്ക് പ്രകാരം ഇനിയും ഏകദേശം 10ഓളം ആൾക്കാർ അടിയിലുണ്ട്, മണ്ണിൻ്റെ അടിയിൽ. ക്യാബിൻ്റെ ഉള്ളിലേക്ക് വലിയ കല്ലോ മറ്റുള്ളതൊന്നും വന്നടിച്ചിട്ടില്ലെങ്കിൽ മണ്ണാണ് കൂടുതലുള്ളത്. അവിടെ ചളിമണ്ണാണുള്ളത്. മണ്ണ് വെള്ളവും അതിൻ്റെ ഉള്ളിലേക്ക് കയറൂല, ഒരു പരിധി വരെ കയറൂല. അങ്ങനെയാണെന്ന് തന്നെ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സമീർ, കുടുംബം വലിയ പ്രതീക്ഷയോടുകൂടി, അർജുൻ്റെ കുടുംബം വലിയ പ്രതീക്ഷയോടുകൂടി ഈ തെരച്ചിലിനെ കാണുന്നുണ്ട്. ഇന്നലെ രാത്രി മോശം കാലാവസ്ഥയെ തുടർന്ന് തെരച്ചിൽ നിർത്തിവെച്ച സാഹചര്യത്തിൽ അതിലൊരു പരാതിയൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായും ഉണ്ടാവും. കാരണം രാത്രിയിലും തെരച്ചിൽ തുടരണം എന്നുള്ള ആവശ്യം അവർ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നതാണ്. അതുപോലെ അർജുൻ്റെ ബന്ധുക്കൾ ആ രക്ഷാദൗത്യം നടക്കുന്ന ഇടത്തുണ്ട്. അവർ അപ്പോൾ തന്നെ വിവരങ്ങൾ കുടുംബത്തെ അറിയിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കുടുംബത്തിന് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് സമീർ? ശ്രീജിത്ത്, ഇന്ന് അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയുള്ള തെരച്ചിൽ നടത്തും, അർജുനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കുടുംബത്തിനുള്ളത്. അത്തരം വിവരങ്ങളാണ് കർണാടകയിൽ നിന്ന് ഈ കുടുംബത്തിലേക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതും. ഇന്ന് ഇപ്പോൾ റഡാറിന്റെ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള വിശദമായിട്ടുള്ള തെരച്ചിൽ നടത്തും എന്നുള്ള കാര്യം കൂടി ഈ കുടുംബത്തെ കൂടി അറിയിച്ചിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് കുടുംബമുള്ളത്. ഇപ്പോൾ 4 ദിവസം പിന്നിട്ട് ഇന്ന് 5ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക ഈ കുടുംബത്തിനുണ്ട്. തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയെങ്കിലും ആവശ്യമായ ഒരു മുൻകരുതൽ എടുക്കാനും ഒരു നടപടി സ്വീകരിക്കാനും കർണാടക സർക്കാർ തയ്യാറായില്ല. പിന്നീട് ശക്തമായിട്ടുള്ള പ്രതിഷേധവും ശക്തമായിട്ടുള്ള ഇടപെടലും സമ്മർദ്ദമൊക്കെ വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവരും അതുപോലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുമായി സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ, സിദ്ധാരാമയ്യയുടെ ഓഫീസ് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും ദ്രുതഗതിയിലുള്ള നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഇന്നലെ ഏറെ വൈകിയും അവർ തിരച്ചിൽ നടത്തി. അവിടെ വിവിധ തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ, അതായത് നാവികസേനയുടെയും അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും പോലീസിന്റെ വിവിധ സേനകളുടെയും ഒക്കെ സാന്നിധ്യത്തിലായിരുന്നു ആ തെരച്ചിൽ. പക്ഷേ മോശം കാലാവസ്ഥയും അതുപോലെ തന്നെ രാത്രി ഏറെ വൈകുന്ന ഒരു സാഹചര്യമുണ്ടായി. വെളിച്ച സംവിധാനങ്ങളെ അത് ബാധിക്കുന്ന ഘട്ടമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ആ തെരച്ചിൽ അവസാനിപ്പിച്ചത്. ഇന്നിപ്പോൾ ഏതാനും മിനിറ്റുകൾക്കകം തെരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് അറിയുന്നത്. ആ വേളയിലെല്ലാം വലിയ പ്രതീക്ഷയാണ് ഈ കുടുംബം വെച്ച് പുലർത്തുന്നത്. അർജുന്റെ അമ്മ, അച്ഛൻ, അതുപോലെ തന്നെ ഭാര്യ, 2 സഹോദരിമാർ, കുട്ടി ഉൾപ്പെടെയുള്ളവർ ഈ വീട്ടിലുണ്ട്. അതുപോലെ തന്നെ നാട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അർജുനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു അപകടം അറിഞ്ഞത് മുതൽ വലിയൊരു ദുഃഖത്തിലാണ് ഈ നാട്. മലയാളക്കര ഒന്നാകെ അർജുന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ്. അർജുന് ഒരു വിധത്തിലുള്ള ആപത്തും ഇല്ലാതെ തന്നെ തിരിച്ചുവരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഏതായാലും ഇപ്പോൾ കുടുംബം വലിയൊരു പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. ഇന്നലെ രാത്രി ആ ഒരു തെരച്ചിൽ അവസാനിപ്പിച്ച വേളയിൽ അവരതിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അറിയിച്ചിരുന്നു. കാരണം ആ 4 ദിവസം തുടർന്ന ആ 4 ദിവസത്തിൽ 2 ദിവസവും ഒരു വിധത്തിലുള്ള നടപടി ഉണ്ടായില്ല. പിന്നെ ഏറെ വൈകിയാണ് അവർ ഇത്തരത്തിലുള്ള ഒരു തെരച്ചിൽ ആരംഭിച്ചത്. പിന്നെ ഇന്നലെ രാത്രി അത് അവസാനിപ്പിക്കുകയും ചെയ്തു. സ്വാഭാവികമായും അവരുടെ മകനെയാണ്, കൂടപ്പിറപ്പാണ്, ഭർത്താവാണ്, വിവിധ തലങ്ങളിലുള്ള ഒരു വ്യക്തിത്വമാണ്. സ്വാഭാവികമായും അവരുടെ ആ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു പ്രതികരണം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്തായാലും ഇന്നിപ്പോൾ ഈ ഒരു തെരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ഈ കുടുംബമുള്ളത്. രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ. പ്രത്യേകിച്ചും ഇന്നലെ തന്നെ GPS സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ആ ലൊക്കേഷനിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് എങ്കിൽ വളരെ വേഗത്തിൽ അർജുനിലേക്ക് എത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കുടുംബവും പങ്കുവെക്കുന്നത്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അരുൺ സൂചിപ്പിച്ചതുപോലെ അവിടെ ശക്തമായ മഴ തുടരുന്നു. അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ ഇനിയും സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളും അവിടെയുള്ള അർജുന്റെ സഹോദരനും അതുപോലെ തന്നെ അർജുന്റെ അളിയനും
ഈ കാര്യങ്ങളെല്ലാം കുടുംബത്തെയും അറിയിക്കുന്നുണ്ട്, രക്ഷിതാക്കളെയും അതുപോലെ ഭാര്യ സഹോദരിമാരെയും എല്ലാം തന്നെ അറിയിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരു ആശങ്കയായി അവരുടെ ഉള്ളിൽ അതിപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിക്കൊണ്ട് തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും വലിയ പ്രതീക്ഷ ഈ കുടുംബത്തിനുണ്ട്, ഈ നാടിനുണ്ട്. എല്ലാവരും പ്രാർത്ഥനയിലാണ്, വലിയ പ്രത്യാശയിലാണ്. ഇപ്പോൾ ഇന്ന് 5ാം ദിവസത്തിലേക്ക് കടക്കുന്നു എന്നുള്ള ഒരു ആശങ്കയുണ്ട്. ഒപ്പം തന്നെ അർജുന്റെ ഫോൺ നമ്പർ റിംഗ് ചെയ്തിരുന്ന ഒരു കാര്യം ഭാര്യ ഉൾപ്പെടെ നമ്മളോടത് പങ്കുവച്ചതാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ സൈബർ സെല്ലിന്റെ കൂടെ സഹായത്തോടു കൂടെയുള്ള ആ തെരച്ചിലും എല്ലാം തന്നെ വലിയ ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. ഒപ്പം ഇന്നലെ നാവികസേനയുടെ ഉദ്യോഗസ്ഥർ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയിരുന്നു. മലഞ്ചെരുവിന് ശേഷം എത്തുന്നത് നദിയാണ്. ആ നദിയിലേക്ക് ഇതുവരെയും ആ വാഹനം എത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ GPS സംവിധാനവും അതുപോലെ തന്നെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് അത്തരം കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിനടിയിൽ തന്നെയാണ് ഈ വാഹനമുള്ളത്, ഈ ലോറിയുള്ളത് എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ആ കറക്റ്റ് ലൊക്കേഷനിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയായിരിക്കും ഇന്ന് ഉണ്ടാവുക. അങ്ങനെ ആ തിരച്ചിലിനൊടുവിൽ അർജുനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. എന്തായാലും ആശങ്ക നിറഞ്ഞ ഓരോ രാപ്പകലുകളാണ് ഈ. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കുടുംബം മാത്രമല്ല കേരളം ഒന്നാകെ അർജുനെ കാത്തിരിക്കുകയാണ്. രക്ഷാദൗത്യം വിജയം കാണും എന്ന പ്രതീക്ഷയിലാണ് നാട് ഒന്നാകെയുള്ളത്. GPS പോയിന്റിലേക്ക് എത്താനുള്ള ശ്രമമാണ് ഇന്ന് ഉണ്ടാവുക. ലോറി അവിടെ ഉണ്ട് എന്നുള്ള വിലയിരുത്തൽ ഇപ്പോഴുണ്ട്. പുഴയിലേക്ക് പോയിട്ടില്ല എന്നുള്ള സ്ഥിരീകരണവും കൂടി വന്നതോടുകൂടി പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുകയാണ് എല്ലാവരും. നേരത്തെ ഞങ്ങളുടെ പ്രതിനിധികൾ സൂചിപ്പിച്ചതുപോലെ റഡാർ സംവിധാനത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെ സഹായത്തിൽ ഇന്ന് നടക്കുന്ന തെരച്ചിൽ അതിന് ആ ദൗത്യത്തിന് വേഗം കൈവരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയുണ്ട്. വീണ്ടും മണ്ണിടിയുമോ എന്നുള്ള ആശങ്ക ഒരു വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്നു. ഇന്നലെയും ശക്തമായ മഴ തുടരുന്നതിനിടയിൽ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടിരുന്നു. മഴയിൽ വെള്ളം കുത്തിയൊലിക്കുന്ന ഒരു കുന്നാണ്. ജാഗ്രതയോടുകൂടി മാത്രമേ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. NDRFിൻ്റെ സംഘം, നാവികസേനയുടെ സംഘം, പോലീസിൻ്റെ പ്രത്യേക സംഘം, ഫയർഫോഴ്സിൻ്റെ സംഘം, അങ്ങനെ വിദഗ്ധർ അവിടെയുണ്ട്. പക്ഷേ അവർക്ക് മുമ്പിലുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് എന്നുള്ളതാണ്. നിലവിൽ ആ GPS പോയിന്റ് എന്നുള്ളത് മലയോട് ചേർന്നുള്ളതാണ്. അവിടെ നിന്നാണ് വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് എത്തിയിരിക്കുന്നത്. മണ്ണ് മാറ്റി അവിടേക്ക് എത്തുക എന്നുള്ളത് അത്രത്തോളം പ്രയാസകരമായ ഒരു ദൗത്യമാണ്. കാലാവസ്ഥ കൂടി കനിയേണ്ട ഒരു സാഹചര്യവുമുണ്ട്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇന്നത്തെ ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെയായിരിക്കും? ഇനി ഇന്നത്തെ രക്ഷാദൗത്യം ആരംഭിക്കാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരങ്ങൾ എന്താണ്? ഇന്നത്തെ ആക്ഷൻ പ്ലാൻ എങ്ങനെയായിരിക്കും അരുൺ പാറയ്ക്കൽ? റിജിത്ത്, ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് ഈ തെരച്ചിൽ തുടരുന്നതിനായി, രക്ഷാദൗത്യം തുടരുന്നതിനായി ഉള്ളത്. 6 മണിയോടുകൂടി ഈ രക്ഷാദൗത്യം ആരംഭിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയുണ്ട്, മഴയുണ്ട്, ഒപ്പം ഈ കാഴ്ചയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അതായത് കോട പോലുള്ള കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ ഒരു 6:30-ക്ക് ശേഷം മാത്രമാണ് തെരച്ചിൽ തുടരൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. ഇവിടെ ഇപ്പോൾ റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത അവസ്ഥയാണ്. എന്നാലും ഈ ഭൂപ്രകൃതി ഒരു പ്രധാനമായ പ്രശ്നമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന പുറകുവശം നമുക്ക് ദൃശ്യങ്ങളിൽ പൂർണ്ണമായും കാണിക്കാൻ സാധിക്കില്ല, ഇരുട്ടാണ്. ഇവിടെ വലിയ തോതിലുള്ള ഒരു വലിയ മൺകൂനയാണുള്ളത്. നമ്മൾ ഈ വരുന്ന സമയത്തൊക്കെ തന്നെ ഈ കൊച്ചി പൻവേൽ ദേശീയപാതയാണ്. ഈ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഈ ഭൂപ്രകൃതി ഈ മൺകൂന അത് വലിയ തോതിൽ പല സ്ഥലങ്ങളിലും വലിയ തോതിലുണ്ട്. ഈ അപകടമുണ്ടായ പ്രദേശത്തും സമാനമായ അവസ്ഥയാണ്. മണ്ണ് ഇടിഞ്ഞു വീണൊരു സാഹചര്യമാണ്. അതിനൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ടു വേണം ഈ ലോറി അത് എവിടെയുണ്ടെന്ന് കണ്ടെത്തണം, അത് പുറത്തെടുക്കണം. എന്തായാലും നാവികസേന ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ NDRFിൻ്റെ പ്രത്യേക ടീമുണ്ട്, പോലീസിൻ്റെ പ്രത്യേക ടീമുണ്ട്, ഈ ഫയർഫോഴ്സിൻ്റെ ടീമുണ്ട്. ഇങ്ങനെ ഇവരുടെയൊക്കെ പരസ്പര സഹായത്തോടു കൂടി തന്നെയാണ് ഈ തെരച്ചിൽ എന്തായാലും പുനരാരംഭിക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ റഡാർ സംവിധാനം ഇവിടെ എത്തിക്കണം. അതിനുശേഷം മാത്രമായിരിക്കും ഈ തെരച്ചിൽ പൂർണ്ണതോതിൽ പുനരാരംഭിക്കാൻ കഴിയുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ലോറി പുഴയിലേക്ക് പോയിട്ടില്ല എന്ന് ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ തറപ്പിച്ച് പറയുന്നുണ്ട്. ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഈ ലോറി എന്തായാലും പുഴയിലേക്ക് പോയിട്ടില്ല, പ്രദേശത്ത് തന്നെയുണ്ട്, GPS പോയിന്റിൽ തന്നെ ഉണ്ട്. അത് ചിലപ്പോൾ ഒരു 10 മീറ്ററോ 20 മീറ്ററോ മാറി ആയിരിക്കാം എന്നൊക്കെ അവർ കണക്കാക്കുന്നുണ്ട്. എന്തായാലും തെരച്ചിൽ പുനരാരംഭിച്ച ശേഷം മാത്രമായിരിക്കും അതിലൊരു പൂർണ്ണതോതിലുള്ളൊരു വ്യക്തത വരുത്താൻ സാധിക്കുമെന്നാണ് ഉത്തര കന്നഡ ഭരണകൂടം അറിയിക്കുന്നത്. തെരച്ചിൽ എന്തായാലും 6:30 തന്നെ പുനരാരംഭിക്കും. ഇനി നാവികസേനയും അതുപോലെ തന്നെ ഫയർഫോഴ്സും പോലീസും
NDRFിൻ്റെ ടീമും ഒക്കെ ഇവിടേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. ഇപ്പോൾ റോഡൊക്കെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ആരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. എനിക്ക് പുറകിൽ കാണുന്ന ഈ ഒരു മൺകൂന അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇന്ന് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ പൂർണ്ണമായും അത് കാണിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും തെരച്ചിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റിജിത്ത്, അറക്കൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചം വീണാലുടൻ രക്ഷാദൗത്യം, ഇന്നത്തെ രക്ഷാദൗത്യം ആരംഭിക്കാൻ കഴിയും എന്നാണ് ദൗത്യസംഘത്തിന്റെ പ്രതീക്ഷ. ഇന്ന് കൂടുതൽ പേർ, കൂടുതൽ സംവിധാനങ്ങൾ ആ ദൗത്യത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. ആന്ധ്രയിൽ നിന്നുള്ള NDRFിൻ്റെ സംഘം കൂടി ഇന്ന് രക്ഷാദൗത്യത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. കാലാവസ്ഥ കൂടി കനിയുകയാണെങ്കിൽ ഈ രക്ഷാദൗത്യത്തിൽ ഇന്ന് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ട്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ ഒന്നാകെ സംബന്ധിച്ചിടത്തോളം മണിക്കൂറുകൾ പിന്നിടുന്നു എന്നുള്ളതൊരു ആശങ്ക തന്നെയാണ്. എങ്കിലും സാധ്യമായ എല്ലാ സഹായവും, എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അർജുനെ പുറത്തെത്തിക്കാനുള്ള ശ്രമം അതാണ് ഊർജിതമായി ഉണ്ടാകുന്നത്. ജാഗ്രതയോടുകൂടി, വളരെ കരുതലോടുകൂടി മാത്രം നടത്താൻ കഴിയുന്ന, സാഹസികമെന്ന് മാത്രം വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു രക്ഷാദൗത്യമാണ്. കാരണം വലിയ രീതിയിൽ ഒരു മണ്ണ് മല തന്നെ ഇടിഞ്ഞ് താഴേക്ക് വന്നിരിക്കുന്ന സാഹചര്യമാണ്. അതിനകത്താണ് ഈ അർജുൻ്റെ ലോറി അകപ്പെട്ടിരിക്കുന്നത്. GPS പോയിന്റ് പ്രകാരമാണെങ്കിൽ ആ മലയോട് ചേർന്ന് തന്നെയുള്ള ഭാഗത്താണ് ഈ വാഹനം ഉള്ളത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിലുള്ള വിലയിരുത്തൽ. അവിടേക്ക് എത്തുക എന്നുള്ളത് എത്രത്തോളം പ്രയാസകരമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എങ്കിലും ഇന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പോയിന്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തിയ ലോറിക്ക് സമീപത്തേക്ക് എത്തുക എന്നുള്ളതാണ് ദൗത്യസംഘത്തിൻ്റെ മുന്നിലുള്ള ശ്രമം. അതാണൊരു വെല്ലുവിളി. NDRFിൻ്റെ സംഘം, ഒപ്പം തന്നെ നാവികസേനയുടെ സംഘം, പോലീസിൻ്റെ പ്രത്യേക സംഘം, ഫയർഫോഴ്സിൻ്റെ സംഘം ഒക്കെ ഇപ്പോൾ നിലവിൽ അവിടെയുണ്ട്. എങ്കിലും ഇത്രയും വലിയൊരു മണ്ണുമല നീക്കാൻ നിലവിലുള്ള സംവിധാനങ്ങൾ പര്യാപ്തമാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ രക്ഷാദൗത്യം ഇത്രയും വേഗത്തിൽ നടക്കാൻ എന്തുകൊണ്ട് വൈകി എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. കുടുംബമുയർത്തുന്ന ചില പരാതികളുണ്ട്. അങ്ങനെ പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത് അർജുനെ രക്ഷപ്പെടുത്തുക, ജീവനോടെ തിരികെ എത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് പ്രധാനം. അത് അവിടെ നടക്കുന്നുണ്ട്. GPS പോയിന്റിലേക്ക് എത്താനുള്ള ശ്രമം, ലോറി അവിടെയുണ്ട് എന്നുള്ള വിലയിരുത്തൽ. പുഴയിലേക്ക് പോയിട്ടില്ല എന്ന് ഇന്നലെ തന്നെ സ്ഥിരീകരണം വന്നതാണ്. അത് ആശ്വാസകരവുമാണ്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ആ ഫോൺ റിങ് ചെയ്തിരുന്നു, അർജുൻ്റെ ഫോൺ റിങ് ചെയ്തിരുന്നു എന്നുള്ളതിനെ വലിയ പ്രതീക്ഷയോടുകൂടി അവർ കാണുന്നുണ്ട്. ഈ ലോറിയുടെ എൻജിൻ ഒരു ഘട്ടത്തിൽ സ്റ്റാർട്ടായിരുന്നു ഇതിനെ വലിയ പ്രതീക്ഷയോടുകൂടി അവർ കാണുന്നുണ്ട്. കേരള സർക്കാരിൻ്റെ സമ്മർദ്ദം, ഈ തെരച്ചിൽ രക്ഷാദൗത്യം മന്ദഗതിയിലാണ് എന്നുള്ള വിമർശനം ഇന്നലെ നമ്മൾ കേട്ടിരുന്നു. അതിനുശേഷം കേരളം സമ്മർദ്ദം ശക്തമാക്കുന്നത് നമ്മൾ കണ്ടു. അതിന് പിന്നാലെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അല്പം കൂടി വേഗത കൈവരിക്കുകയും ഇന്ന് കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ തെരച്ചിൽ നടത്താൻ പോവുകയുമാണ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, വെളിച്ചം വീണ് കഴിഞ്ഞാൽ രക്ഷാദൗത്യം ആരംഭിക്കും. 6 മണിയോടുകൂടി തന്നെ ഈ പുതിയ സംഘം അവിടെ എത്തും എന്ന് മനസ്സിലാക്കുന്നു. NDRFിൻ്റെയും നാവികസേനയുടെയും പോലീസിൻ്റെയും ഒക്കെ പ്രത്യേക സംഘം അല്പസമയത്തിനകം തന്നെ ഈ ദൗത്യമേഖലയിലേക്ക് എത്താൻ പോകുന്നു. അതിനുശേഷം ഒരു 6 മണി 6:15 തന്നെ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയുമെന്നാണോ ഈ ഘട്ടത്തിലെ പ്രതീക്ഷ, അരുൺ? റിജിത്ത്, അല്പസമയത്തിനകം തെരച്ചിൽ സംഘം എവിടേക്ക് എത്തിച്ചേരും എന്നതാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഈ വെളിച്ചം ലഭിച്ചാൽ ഉടൻ ഈ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തക സംഘം അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. നേരത്തെ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നാവികസേനയുടെ പ്രത്യേക സംഘമുണ്ട്, അതോടൊപ്പം തന്നെ NDRF ഉണ്ട്. NDRFിൻ്റെ ഒരു ടീം കൂടി ഇന്ന് ഇപ്പോൾ ആന്ധ്രയിൽ നിന്ന് ഇവിടെ എത്തിച്ചേരും. അവർ ഏകദേശം ഒരു 8 മണിയോടെ ഇവരെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ചേരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെ വൈദഗ്ധ്യം നേടിയ പോലീസിൻ്റെ പ്രത്യേക ടീമും ഈ രക്ഷാപ്രവർത്തനത്തിൽ അണിനിരക്കുന്നുണ്ട്. പോലീസിൻ്റെ കൂടുതൽ സംഘങ്ങളെ ഇവിടത്തേക്ക് നിയോഗിച്ചിട്ടുമുണ്ട്. എന്തായാലും നമുക്ക് വളരെ പ്രതീക്ഷയോടെ ഇന്ന് കുറച്ചുകൂടി ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു പുരോഗതി ഉണ്ടാകും എന്ന തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ഇന്നലെ മുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ
ഈ രക്ഷാപ്രവർത്തനത്തിൽ പ്രധാനപ്പെട്ട നേരിട്ട ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ, കനത്ത മഴ, ഈ വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യത, ഇത്തരമുള്ള പ്രതികൂല കാലാവസ്ഥയൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പോലും ഈ വ്യാപകമായി മണ്ണ് നീക്കം ചെയ്ത് ഈ GPS പോയിന്റിലേക്ക് എത്തുക എന്ന ഒരു അതായിരുന്നു ഇന്നലെ അവലംബിച്ചത്. എന്നാൽ അതിൽ നിന്ന് കുറച്ചുകൂടി ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഈ റഡാർ സംവിധാനം ഉപയോഗിച്ച് കൃത്യമായി ഇതിൻ്റെ ഒരു പോയിന്റ് കണ്ടെത്തുക, അതിനുശേഷം അത് കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായി അവിടെ ഈ മണ്ണ് കുഴിച്ചെടുത്ത് നീക്കം ചെയ്ത് അവിടെ തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് നിലവിലെടുത്തിട്ടുള്ളത്. ഈ മണ്ണ് വ്യാപകമായി അവിടെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. നമുക്കൊരു മൺകൂന എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ മല ഇടിഞ്ഞു വീണ ഒരു സാഹചര്യമാണ്. ദേശീയപാതക്ക് കുറച്ചുകൂടി മാറിയിട്ടാണ്, ഈ കുന്നിനോട് ചേർന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. ആ രീതിയിൽ ഈ മണ്ണ് കൂടുതൽ നീക്കം ചെയ്യുന്ന ഘട്ടത്തിൽ വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട്. കനത്ത മഴ തുടരാനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇന്നും ഈ ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലേർട്ടാണ്. ഇന്നലെ രാത്രി മുതൽ ഇവിടെ മഴയുണ്ട്. ഇന്ന് രാവിലെയും ചെറിയ തോതിലാണെങ്കിലും മഴയുണ്ട്. ശക്തമായ മഴയില്ലെങ്കിൽ പോലും മഴ പൂർണ്ണമായി മാറി നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് വളരെ ജാഗ്രതയോടെ മാത്രമേ നീക്കം ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഈ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ ലോറിയുടെ ഒരു സാന്നിധ്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഈ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നത്. അതിനുവേണ്ടിയാണ് ഈ റഡാർ സംവിധാനം എത്തിക്കുന്നത്. റഡാർ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. കുറച്ചുകൂടി ഈ ആഴത്തിൽ ഇതിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു സാങ്കേതികത്വം ഈ റഡാർ സംവിധാനത്തിനുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഇതിൻ്റെ സാന്നിധ്യം, ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിക്കഴിഞ്ഞാൽ അവിടെ കേന്ദ്രീകരിച്ച് കൃത്യമായ ഒരു സ്പോട്ട് കേന്ദ്രീകരിച്ച് ഇവർക്ക് ഈ മണ്ണ് കുഴിച്ചെടുത്ത് മാറ്റാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകില്ല എന്നതാണ്. അല്ലെങ്കിൽ മറ്റ് മണ്ണിടിച്ചിലേക്കോ അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് ദുസ്സഹമാകുന്ന മറ്റ് സാഹചര്യങ്ങളിലേക്ക് പോകില്ല എന്നതാണ് ഇവിടുത്തെ ജില്ലാ ഭരണകൂട വൃത്തങ്ങൾ ഉൾപ്പെടെ പങ്കുവെക്കുന്ന വിവരം. എന്തായാലും കൂടുതൽ സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തെരച്ചിൽ പുനരാരംഭിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു കാര്യത്തിൽ ഇന്നലെ തന്നെ വ്യക്തത വന്നതാണ്. നിലവിൽ ഈ ലോറി ഈ മണ്ണിനടിയിൽ തന്നെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ ഇന്നലെ തന്നെ ഒരു നിഗമനത്തിലെത്തിയിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ ഇത് ഈ പുഴയിലേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിവരമുണ്ടായിരുന്നു. കാരണം നേരത്തെ ഈ അപകടത്തിൽ പെട്ടവരുടെ ചില മൃതദേഹങ്ങളൊക്കെ ഈ പുഴയിൽ നിന്ന് ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ അവരുടെ വാഹനം ഈ റോഡിന് അരികിലും മണ്ണിനടിയിലും അവരുടെ മൃതദേഹം ഈ പുഴയിലുമൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ ദേശീയപാതക്ക് ഓരത്തുള്ളൊരു സ്ഥലമാണ്. അവിടെ ഇവർ വാഹനം നിർത്തി വിശ്രമിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അങ്ങനെ ആ ഘട്ടത്തിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായതെങ്കിൽ അത്തരമുള്ള സാധ്യതകൾ കൂടി കാണേണ്ടതുണ്ട്. ഇതിൻ്റെ ശക്തിയിൽ, ഈ മണ്ണിടിച്ചിലിൻ്റെ ശക്തിയിൽ ഈ ലോറി പുഴയിലേക്ക് പതിക്കാനുള്ള സാധ്യത ഇന്നലെ കണ്ടിരുന്നു. എന്നാൽ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അത് അങ്ങനെയാവില്ല എന്ന് കൃത്യമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ രക്ഷാപ്രവർത്തകർക്ക് സഹായിച്ചത്. അതിലൊന്ന് ഈ GPS പോയിന്റ് തന്നെയാണ്. ലോറിയുടെ GPS പോയിന്റ് കൃത്യമായും ഈ മണ്ണിനടിയിൽ, അതായത് ഈ കുന്നിനോട് ചേർന്ന ഈ വലിയ മൺകൂനക്കടിയിൽ തന്നെയാണ്. ഒരു ഏകദേശ സ്പോട്ട്, നമുക്ക് കൃത്യമായൊരു സ്പോട്ട് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ഒരു ഏകദേശ സ്പോട്ട് അവിടെ തന്നെയാണ് എന്ന കാര്യത്തിൽ ഇന്നലെ തന്നെ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അർജുൻ്റെ ഫോൺ ലൊക്കേഷൻ കൂടി സൈബർ സെൽ പരിശോധിച്ചിരുന്നു. ആ ഫോൺ ഈ പരിശോധിച്ച ഘട്ടത്തിൽ സൈബർ സെല്ലിനെ കണ്ടെത്താൻ സാധിച്ചത് അത് പുഴയോട് അടുത്തല്ല അതിൻ്റെ ഒരു ഈ ലൊക്കേഷൻ ലഭിച്ചത്. അത് ഈ നിലവിൽ ഇപ്പോൾ ഈ പറയുന്ന GPS പോയിന്റിന് സമീപത്ത് തന്നെയാണ് ഈ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷനും കൂടി ലഭിച്ചത്. ഈ രണ്ട് പ്രധാനപ്പെട്ട കണ്ടെത്തൽ അതേ തുടർന്നാണ് ഈ ലോറി മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയും ഈ പുഴയിൽ ഉൾപ്പെടെ നടത്തിയിരുന്ന നാവികസേനയുടെ ആദ്യഘട്ട തെരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷം രക്ഷാപ്രവർത്തകർ ആദ്യഘട്ടത്തിൽ അവർക്ക് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് ഇത്ര വലിയൊരു മൺകൂന മണ്ണ് നീക്കം ചെയ്ത് ഈ രക്ഷാപ്രവർത്തനം സാധ്യമാവുക എന്ന ആശങ്കയുണ്ടായിരുന്നു. നമുക്കറിയാം, ഇന്നലെ രാവിലെ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ സമ്മർദ്ദവും കേരള സർക്കാരിനുൾപ്പെടെ കൂടുതൽ സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്നാണ്
കൂടുതൽ സംഘത്തെ നേവിയെ ഉൾപ്പെടെ നിയോഗിക്കുകയും വീണ്ടും രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്തത്. അതിനുശേഷം അവർ പ്രധാനമായും ചെയ്തത് ഈ കൃത്യമായി അവർക്ക് ഈ GPS പോയിന്റ് ഏകദേശം ഒരു ഇടം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്പോട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടെ ആ പോയിന്റിൽ എത്തി തെരച്ചിൽ നടത്താൻ സാധിക്കണം. അവിടുത്തെ മണ്ണ് വലിയൊരു കൂനയായി നിൽക്കുകയാണ്. അത് നീക്കാൻ സാധിക്കണം. അവർ അതിനു വേണ്ടിയാണ് വളരെ താഴെ നിന്ന് തന്നെ 2 വശങ്ങളിൽ നിന്നായി മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയത്. ആ നീക്കം ചെയ്ത് തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ അവർ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നമുക്ക് ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമാണ്. കാരണം ഈ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ തന്നെ ശക്തമായ മഴ സമാന്തരമായി പെയ്യുന്നു. അതോടൊപ്പം കുന്നിൻ്റെ മുകളിൽ നിന്ന് ഈ മണ്ണിടിച്ചിൽ വീണ്ടും മണ്ണ് ഇടിഞ്ഞ് താഴോട്ട് വീഴുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൽ ഈ കൃത്യമായി GPS പോയിന്റ് പറയുന്ന ഈ കുന്നിനോട് ചേർന്ന ഭാഗത്തെ മൺകൂന വളരെ പെട്ടെന്ന് പോയി നീക്കം ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നാൽ അത് കൂടുതൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെ സാധ്യത ഉണ്ടാകും എന്ന കാര്യമാണ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്നലെ വളരെ ജാഗ്രതയോടെയാണ്, വളരെ സൂക്ഷ്മമായാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയും ചെയ്തത്. എന്തായാലും എന്നാൽ കുറച്ചുകൂടി വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ അതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ ഇന്നലത്തെ ഒരു അനുഭവമുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു പൊതു സ്വഭാവം ഈ വിദഗ്ധ സംഘത്തെ സംബന്ധിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സംവിധാനങ്ങൾ, അതായത് റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടം അത്തരമൊരു തീരുമാനമെടുത്ത് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ട് അങ്ങനെ ഒരു സംവിധാനം നിലവിൽ ഒരുക്കിയിട്ടുള്ളത്. ആ റഡാർ സംവിധാനം എത്തിച്ചു കഴിഞ്ഞാൽ ഈ വലിയ മണ്ണ് വ്യാപകമായി നീക്കം ചെയ്തതിനപ്പുറത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു സ്പോട്ട് കണ്ടെത്താൻ ഈ സാങ്കേതികത്വം കൊണ്ട് സാധിക്കുകയും അതിനുശേഷം അവിടെ കേന്ദ്രീകരിച്ച് ഈ മണ്ണ് നീക്കം ചെയ്യുക എന്ന നടപടിയിലേക്ക് കടക്കാനും സാധിക്കും. ആ പ്രതീക്ഷ തന്നെയാണ് എന്തായാലും രക്ഷാപ്രവർത്തകർ പങ്കുവെക്കുന്നത്. അപ്പോഴും നമ്മൾ കാണേണ്ടത് ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ, നമ്മളിവിടെ എത്തി നേരിട്ട് ഇതിലെ ഈ ഒരു ടെറൈൻ നമുക്ക് കാണുമ്പോഴാണ് ഇവിടുത്തെ ഒരു പ്രശ്നം നമുക്ക് കൃത്യമായി വ്യക്തമാകുന്നത്. ഈ റോഡിൻ്റെ ഓരത്തെല്ലാം വലിയ കുന്നുകളാണ്. അതും ദേശീയപാത വലിയ മണ്ണെടുത്ത് ദേശീയപാത നിർമ്മാണം പൂർത്തീകരിച്ചതാണ്. അതിൻ്റെ എല്ലാം ഇതിൻ്റെ പ്രതലം അത്രത്തോളം ഈ മണ്ണ് ഇടിച്ചിലിന് സാധ്യമാവുന്ന രീതിയിലുള്ള പ്രതലമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ അപകടാവസ്ഥ നിലവിൽ ഉണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ആയിരിക്കും ഇന്നത്തെ രക്ഷാപ്രവർത്തനവും. എന്നാൽ ഇന്ന് രക്ഷാപ്രവർത്തനത്തിൽ കുറച്ചുകൂടി പുരോഗമിക്കാൻ സാധിക്കും എന്നതാണ് പ്രതീക്ഷ പങ്കുവെക്കുന്നത്. കുടുംബത്തെയും ഇവർ ജില്ലാ ഭരണകൂടം ആ തരത്തിലുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിക്കുന്നുണ്ട് എന്ന കാര്യം ഇവിടെയുള്ള കർണാടകയിൽ നിലവിൽ ഈ സ്പോട്ടിലുള്ള അർജുൻ്റെ ബന്ധുക്കളെയും അതോടൊപ്പം തന്നെ ഈ ലോറി ഉടമയെ ഉൾപ്പെടെ ഇന്നലെ രാത്രി തന്നെ ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ അധികൃതർ ആ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആ പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബവും ഉള്ളത്. നമുക്കെന്തായാലും ജാഗ്രതയോടുകൂടി മാത്രമേ ഈ രക്ഷാദൗത്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ. അതിന് ഒരുപാട് വെല്ലുവിളികൾ മുന്നിലുണ്ട്. അക്കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് മാത്രമേ ഓരോ അടിയും മുന്നോട്ട് വെക്കാൻ കഴിയൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമാണ്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രം ഇന്ന് അല്പം കൂടി മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.